ചന്ദ്ര അപ്പൊ തുടങ്ങാം. ആ തുടങ്ങിക്കോ. ഇവനെ ഈ റാസ്കലിനെ ആരാ പോലീസിന്റെ പണി ഏൽപ്പിച്ചത്? നിന്റെ തന്ത. കിട്ടിയല്ലോ ഇവിടെ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, എല്ലാം തികഞ്ഞ ഒരു അക്ഷയപാത്രമാണല്ലോ തന്റെ സുഹൃത്ത്. ഇവനെ തടയണ്ട, അയച്ചു വിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. എല്ലാം തികഞ്ഞ ഒരു അക്ഷയപാത്രമാണല്ലോ തന്റെ സുഹൃത്ത് നരസിംഹമന്നാടിയാർ. പറ ആരാച്ചാര എവിടെന്നെങ്കിലും ഉണ്ടായിക്കൊണ്ട് വരാൻ. എന്നോട് ചോദിച്ചില്ല. കാറ്റ് പോയ ബലൂൺ, പല്ല് പോയ സിംഹം, തൊപ്പി പോയ പോലീസുകാരൻ, ഇത് മൂന്നും ഒരുപോലെന്ന ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. ആരും വില തരില്ല. MLA ആണ് പറയുന്നത് അദ്ദേഹത്തെ വിലങ്ങ് വെക്കരുതെന്ന്. ഹോം മിനിസ്റ്റർ പറഞ്ഞാലും ഞാൻ വിലങ്ങ് വെച്ചേ കൊണ്ടുപോകും. അവനെ കിട്ടുന്നതിനൊക്കെ കറക്റ്റ് ആയിട്ട് എണ്ണം വേണം. എടോ, തന്റെ ഈ DIG കുപ്പായ ഊരി തന്നെ ഞാൻ തേരാപ്പാര കവാത്ത് നടത്തിച്ചില്ല. 5 വോട്ടിന്റെ ബലത്തിൽ MLA ആയവൻ ആജ്ഞാപിക്കണ്ട, അനുസരിച്ചാ മതി. അവിടെ മാറിക്കണം. അപ്പൊ നീ എനിക്ക് പുല്ല് വിലയല്ലൂടെ തരുന്നത്, പുല്ല് വില. മുതലാളി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞാൻ ഇപ്പൊ ഹോം മിനിസ്റ്ററെ വിളിച്ച് പറയാം. ഒന്നും വേണ്ട കുട്ടി നേരെ. മുതലാളി ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. മനുഷ്യര് കയറിയിരിക്കുന്നിടത്ത് കയറിയിരുന്ന് 4 കാലും വാലുമുള്ള ജന്തുവിന്റെ സ്വഭാവം കാണിക്കുന്നവനല്ലേ നീ? തോന്നിയാസം പറയുന്നോ? നീ പോക്കരത്തരം പറഞ്ഞ ഞാൻ തെണ്ടിത്തരം പറയും. നിനക്കെന്നെ അറിഞ്ഞൂടാ, നീ കൂടുതൽ ആളാവില്ല കേട്ടാ. ഞാൻ ആരാണെന്ന് അറിയാം നിനക്ക്? അറിയാം, ജനങ്ങളുടെ വിവരക്കേട് കൊണ്ടൊരു MLA. ഇതൊരു നടക്ക് പോണ കേസല്ല. 15 വർഷം മുമ്പ് എന്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിന്ന എന്റെ ഡ്രൈവർ. സാറിന്റെ മാനം കപ്പലേറ്റ്. മാനം. അതിനു മുമ്പ് ആ കുടുംബത്തിലെ അരിവെപ്പുകാരന്റെ സഹായി ചേക്കുട്ടി. ഫ്ലാഷ് ബാക്ക് അവതരിപ്പിച്ച് അദ്ദേഹത്തെ വികാരാധീനാക്കരുത് കല്യാണി അമ്മായി. അതിനു മുമ്പ് അമ്മയുടെ ഗർഭപാത്രത്തിൽ സ്വന്തം അമ്മയ്ക്ക് പോലും തിരിച്ചറിയാനാവാത്ത ഒരു ബാസ്റ്റഡ്. അല്ലാണ്ട് എന്താ നീ? മതി മതി, ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പവർ ഇദ്ദേഹത്തിനില്ല. അയ്യോ, എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ.